ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൗ കൊണ്ടുള്ള ഒരു കൂട്ടാണ്. അപ്പോൾ ഇത് ഒരു സൂപ്പർ സിമ്പിൾ റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനും കേരള ലഞ്ച് മെനു ഐഡിയാസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൗ ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഈ ചൗ എന്ന് പറയുന്ന വെജിറ്റബിൾ. അപ്പോൾ ഇതിന് പകരം നമുക്ക് പടവലങ്ങി ഉപയോഗിക്കാം. അത് ഞാൻ കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുപരിപ്പാണ് ആഡ് ചെയ്യേണ്ടത്. ചെറുപരിപ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അപ്പോൾ അതിലേക്ക് ചേർക്കേണ്ടത് സാമ്പാർ പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ സാമ്പാർ പൊടിയാണ് ഇതിനൊരു വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പരിപ്പും ഈ കഷ്ണം കൂടി വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം അത് നന്നായിട്ട് മുങ്ങണ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കണ്ടല്ലോ, ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് പ്രഷർ കുക്ക് ആവുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങയും ജീരകവും കൂടി അരച്ചിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ പ്രഷറൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം കുക്കർ തുറന്നിട്ട് അത് തിരിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. ഭയങ്കര സ്മൂത്തായിട്ട് അരയ്ക്കേണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ചെറിയ തള വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുക്കാവുന്ന സമയം കൊണ്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉഴുന്നും പരിപ്പും പൊട്ടിച്ചിട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഈ താളിപ്പ് നമ്മൾ കൂട്ടിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതോടുകൂടി നമ്മുടെ സിമ്പിൾ കൂട്ട് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.